ഗുഡ് ഈവനിങ്. ഈ ലൈവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രവിക്കുന്ന ഏവർക്കും എൻ്റെ വന്ദനം. നീരറവ പത്രത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം, വിജയകരമായ ഒരു കരിയർ എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന വിഷയത്തിൽ നാം ഇപ്പോൾ ഇവിടെ ഈ പ്രഭാഷണം കേൾക്കുവാൻ പോകുന്നത്. വിജയകരമായ ഒരു പ്രൊഫഷണൽ കരിയർ ഏവരുടെയും സ്വപ്നമാണ്. 12ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെ +2 കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ, അതുപോലെ മാതാപിതാക്കൾ, അഭ്യുദയകാംക്ഷികൾ, ഇവരുടെയൊക്കെ ഒരു വലിയ ആശങ്കയുടെ ഒരു വിഷയമാണല്ലോ അവരുടെ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സ്റ്റഡീസ്, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. ഇത് അവരുടെ ജീവിതത്തിലെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ്. അവരുടെ ജീവിതാവസാനം വരെയുള്ള ആ ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെ അളക്കുന്നത്, അല്ലെങ്കിൽ ആ ഗുണനിലവാരം ആസ്പദമാക്കിയിരിക്കുന്നത് അവർ തിരഞ്ഞെടുക്കുന്ന ആ പ്രൊഫഷണൽ കോഴ്സും ആ കരിയർ വഴിയും കൂടിയാണ്. ഈ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ചില തെറ്റായ ചില പ്രവണതകളെ പറ്റിയാണ് ഞാൻ പറയുവാൻ പോകുന്നത്. ആദ്യമായിട്ട് അതിൽ കൂടെ എങ്ങനെ വിജയകരമായ അല്ലെ പ്രൊഫഷണലായിട്ടൊരു കരിയർ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഇന്ന് വളരെയധികം കുട്ടികൾ കരിയർ തിരഞ്ഞെടുക്കുന്നത് അവരുടെ സ്വന്തം അഭിരുചിയോ അവരുടെ ആപ്റ്റിറ്റ്യൂഡോ അനുസരിച്ചല്ല. നേരെ മറിച്ച് മാതാപിതാക്കൾ അവരുടെ താല്പര്യങ്ങൾ കുട്ടികളുടെ മേലേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെപ്പറ്റി പറയുന്നത് കേൾക്കാം, എൻ്റെ മകൻ അവനൊരു ഡോക്ടറാകണം, അവനൊരു സയൻറ്റിസ്റ്റ് ആകണം, അവനൊരു എൻജിനീയർ ആകണം, അവനൊരു പൈലറ്റ് ആകണം എന്നൊക്കെ മാതാപിതാക്കൾ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്യും. വളരെ തെറ്റായ ഒരു പ്രവണതയാണിത്. അതെന്താണെന്ന് ഞാൻ അതിലേക്ക് വരാം. പിന്നീട് കാണപ്പെടുന്ന ഒരു തെറ്റായ പ്രവണത എന്ന് പറയുന്നത്, അല്ലെ ഫാദർ അല്ലെ മദർ അവരുടെ ആ പ്രൊഫഷനെ പിന്തുടർന്ന് പോവുക. ഇപ്പോൾ ഫാദർ ഡോക്ടറാണെങ്കിൽ മകനും ഡോക്ടറാകുക, അമ്മ ഒരു ടീച്ചറാണെങ്കിൽ മകനല്ലേ മകള് ടീച്ചറായിട്ട് പോവുക. അങ്ങനെ ഒരു പിതാക്കൾ അല്ലെ മാതാപിതാക്കളുടെ കുടുംബത്തിലെ ആ ട്രഡീഷണലായിട്ടുള്ള ഒരു പ്രൊഫഷന് എടുക്കാനുള്ള ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പിന്നീട് കണ്ടുവരുന്ന ഒരു പ്രവണത, കുട്ടികളുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ഗോ എലോങ് ദ ട്രെൻഡ്. അതായത് കൂടെ പഠിക്കുന്ന സഹപാഠികൾ, അവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠികൾ, അങ്ങനെയുള്ളവരുടെ അവർ തിരഞ്ഞെടുക്കുന്ന, എൻ്റെ ഫ്രണ്ട് ഇന്നതാണ് എടുത്തത്, എൻ്റെ കസിൻ ഇന്നതാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഞാനും ഈ കോഴ്സിന് പോകുന്നു. ഇങ്ങനെ ഗോ എലോങ് ദ ട്രെൻഡ്, അങ്ങനെ കരിയർ തിരഞ്ഞെടുക്കുന്നവരെ പറ്റി കണ്ടിട്ടുണ്ട്. പിന്നീട് കണ്ടുവരുന്ന ഒരു പ്രവണത ഗോ എലോങ് ദ സീസൺ. അതായത് ഒരു കാലഘട്ടത്തിൽ, ഒരു 1980കളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ, 90കളിലുമൊക്കെ ഒരു ഫാഷൻ എന്ന പോലെയായിരുന്നു എല്ലാ പെൺകുട്ടികളെയും നേഴ്സിങ്ങിന് വിടുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. ഇനി 2000 ആയപ്പോഴത്തേക്കും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരെയും എൻജിനീയറിങ്ങിന്, ബിടെക്കിന് വിടുന്ന ഒരു പ്രവണത കണ്ടുവരും. എന്നാൽ ഈ ഗോ എലോങ് ദ സീസൺ, അങ്ങനെ കരിയർ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഇതിനെല്ലാം ഇതിൻ്റേതായ പോരായ്മകളുണ്ട്. മറ്റു ചില കുട്ടികൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ഇതിന് നല്ല ശമ്പളമാണ്, ഇതിന് 5 ഡിജിറ്റ് സാലറിയാണ്, അല്ലെ 6 ഡിജിറ്റ് സാലറിയാണ്, ഇങ്ങനെ ഈ നല്ല പ്രതിഫലമുള്ള ഒരു ജോലിയാണ്,
ഇങ്ങനെ ഇത് കണ്ടിട്ട് ഞാനും ആ പ്രൊഫഷനിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്ന ചില കുട്ടികളെയും കാണാറുണ്ട്. ഈ മാതാപിതാക്കളുടെ അവരുടെ താല്പര്യം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പ്രോബ്ലം എന്താണ്? ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയർ, ഞാൻ പറഞ്ഞു, കരിയർ എന്നുള്ളത് ഒരാളുടെ ജീവിത അന്ത്യം വരെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിജയകരമാക്കുകയോ അല്ലെ പരാജയപ്പെടുത്തുകയോ ചെയ്യുന്ന ഒന്നാമത്തെ സംഗതിയാണ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് മോശമായാൽ, ശരിയായിട്ടുള്ള ഒരു കരിയറിലല്ല നിങ്ങൾ ചെന്നുപെട്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പരാജയമായിട്ട് മാറും. കുട്ടികളുടെ ജീവിതം ഒരു പരാജയമായിട്ട് മാറും. അവർ തിരഞ്ഞെടുത്ത കോഴ്സ് വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതുകൂടാതെ അവരനി ആ കോഴ്സ് പാസ്സായി എന്ന് വിചാരിച്ച് ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ അവർക്ക് ശരിയായ വിധം പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ വരും. തങ്ങൾക്ക് ആ മേഖലയിൽ ലഭിച്ച അറിവിനെ പറ്റി ശരിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ഒരു നല്ലൊരു ജോലി ലഭിക്കാതെ അവസ്ഥ വരും. ഇനി ജോലി ലഭിച്ചാൽ തന്നെ സക്സസ്ഫുള്ളായിട്ട് ആ ജോലി പ്രൊഫഷണലായിട്ട് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് കുറച്ച് നാൾ ചെയ്തതിന് ശേഷം ഒന്നുകിൽ അവർ പുറത്താക്കുകയോ അല്ലെങ്കിൽ നാം ആ ജോലി വിട്ടിട്ട് വരികയോ ചെയ്യേണ്ടി വരും. ഇതാണ് ശരിയായ തിരഞ്ഞെടുപ്പ്. കരിയർ, നമ്മൾ ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് പറ്റുന്നൊരവസ്ഥ. ഒരു ഇംഗ്ലീഷ് പ്രോവർബുണ്ട്, സെലക്ട് ഇൻ ഹറി ആൻഡ് റിഗ്രറ്റ് ഇൻ ലീഷർ. ഇത് വിവാഹമല്ല, മാര്യേജിനെ പറ്റിയാണ് പറയുന്നത്. വളരെ വേഗത്തിൽ സെലക്ട് ചെയ്യുക, വളരെ സാവധാനം അതേപ്പറ്റി ദുഃഖിക്കുക അല്ലെ ഖേദിക്കുക. കരിയറിനെ സംബന്ധിച്ചും ഇത് തന്നെയാണ്. യു സെലക്ട് ഇൻ എ ഹറി ആൻഡ് യു റിഗ്രറ്റ് ഇൻ ലിഷർലി. അത് നമുക്ക് ഇടവരുത്തുവാൻ ഇടയാകരുത്. അപ്പോൾ മാതാപിതാക്കൾ ഒരിക്കലും തങ്ങളുടെ കരിയറെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കരുത്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ലോക ക്രിക്കറ്റിലെ അതികായകനായ സച്ചിൻ തെണ്ടുൽക്കർ, റെക്കോർഡുകളുടെ രാജകുമാരനായ സച്ചിൻ തെണ്ടുൽക്കർ, ക്രിക്കറ്റിലെ ദൈവമെന്നറിയപ്പെടുന്ന സച്ചിൻ തെണ്ടുൽക്കർ. ഈ സച്ചിൻ തെണ്ടുൽക്കർ മഹാരാഷ്ട്രയിലെ അല്ലെ ബോംബെയിലെ ഒരു നല്ല മാതാപിതാക്കളുമൊക്കെ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. സച്ചിൻ്റെ പിതാവ് ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. മാത്രമല്ല അദ്ദേഹം മറാഠിയിൽ അറിയപ്പെടുന്ന ഒരു കവി കൂടിയാണ്. പക്ഷേ കുഞ്ഞു സച്ചിന് ചെറുപ്പം മുതൽ പഠനത്തിൽ യാതൊരു താല്പര്യവുമില്ലായിരുന്നു. എന്തെങ്കിലും കളിച്ചുകൊണ്ട് നടക്കാനാണ് അവൻ എപ്പോഴും താല്പര്യം. എന്തെങ്കിലും കൈ കിട്ടിയാൽ അതെടുത്തിട്ട് അടിക്കുക, അങ്ങനെ സ്വയം കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രൊഫസറായിരുന്ന സച്ചിൻ്റെ പിതാവ് ഒരിക്കലും സച്ചിനെ പഠിക്കുവാൻ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇവന് എന്തോ ഒരു ടാലൻ്റ് ഉണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ 8ാമത്തെ വയസ്സിൽ ആദ്യത്തെ ബാറ്റ് സച്ചിന് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ആ സച്ചിൻ ആ ബാറ്റ് താഴെ വയ്ക്കത്തില്ല. സ്കൂളിൽ പോയാലും സ്കൂൾ ടീമിലും കളിയും മാച്ചുമായിട്ട് നടന്നു. നിങ്ങൾക്കറിയുമോ, 10ാം ക്ലാസ് പരീക്ഷയിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിന് സച്ചിൻ തെണ്ടുൽക്കർ പരാജയപ്പെട്ടു. നാമൊക്കെ ആണെങ്കിൽ എന്ത് പറഞ്ഞേനെ? നാം പറഞ്ഞേനെ കളിയും കൊണ്ട് നടന്നിട്ട് പരീക്ഷയിൽ തോറ്റു. പക്ഷേ ഒരിക്കലും സച്ചിനെ ഡിമോറലൈസ് ചെയ്യാൻ അവർ പോയില്ല. ആ സച്ചിൻ ഏത് വർഷം 10 തോറ്റോ, ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് 10 തോറ്റോ, 10ൽ തോറ്റോ, അതിന് എക്സാക്ട്ലി 10 വർഷം കഴിഞ്ഞ് സച്ചിനെ പറ്റി ഒരു പാഠമാണ് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ടായിരുന്നത്. ഇതാണ് ക്രിയേറ്റിംഗ് ഹിസ്റ്ററി. പഠിത്തത്തിലൂടെ മാത്രമല്ല, നമ്മുടെ പാഷൻ കണ്ടെത്തുക, കുട്ടികളുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്തുക, അവരുടെ ആ അഭിരുചിക്കനുസരിച്ച് അവരെ നാം വിട്ടാലുണ്ടല്ലോ അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അവർ പുസ്തകം പഠിക്കുന്നതല്ല, അവരെപ്പറ്റി പുസ്തകത്തിൽ പഠിക്കും. അങ്ങനെയുള്ളവരാക്കി തീർക്കുവാൻ പറ്റും. അങ്ങനെ സച്ചിനെ ഒരിക്കലും പഠനത്തിനെപ്പറ്റി അവർ നിർബന്ധിക്കാതിരുന്നതുകൊണ്ട് നമുക്ക് ലോകപ്രശസ്തനായ ഒരു ക്രിക്കറ്ററെ കിട്ടി.
ശാസ്ത്രത്തിലെ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ. 1000-ലേറെ കണ്ടുപിടുത്തങ്ങൾ, അതിൻ്റെ പേറ്റന്റ് സ്വന്തം പേരിലുള്ള തോമസ് ആൽവ എഡിസൺ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ്. ഈ തോമസ് ആൽവ എഡിസന് അദ്ദേഹം ചെറുപ്രായമായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പഠിക്കുവാനുള്ള ആ സ്റ്റഡി ഡിഫിക്കൽറ്റി അല്ലെ ലേണിംഗ് ഡിഫിക്കൽറ്റി ഉള്ള കുട്ടിയായിരുന്നു. അതൊരു മാനസിക പ്രശ്നമാണ്, അല്ലെ അവരുടെ ബുദ്ധിപരമായ ഒരു പ്രശ്നമാണ്. അന്നേരം ഒരിക്കൽ തോമസ് ആൽവ എഡിസൺ, ആ കുട്ടിയായിരുന്ന തോമസ് ആൽവ എഡിസന് 12 വയസ്സുള്ളപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ അവൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്തു വിട്ടു. ഈ ലെറ്റർ നിൻ്റെ അമ്മയുടെ കണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞു. തോമസ് ആൽവ എഡിസൺ ആ ലെറ്റർ കൊണ്ട് അമ്മയുടെ കൊടുത്തു. അമ്മ അത് തുറന്ന് വായിച്ചു. ക്ലാസ് ടീച്ചറിൻ്റെ നിന്നുള്ള ലെറ്ററാണ്. എന്നിട്ട് ആൽവ എഡിസൺ ചോദിച്ചു, അമ്മ എന്താണ് ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്? പറഞ്ഞു, മോനെ, നിൻ്റെ ടീച്ചർ പറഞ്ഞു നീ പഠിക്കാൻ നല്ല ബുദ്ധിമാനാണ്, നിനക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ടെന്ന്. വർഷങ്ങൾ കഴിഞ്ഞു, അമ്മ മരിച്ചു. തോമസ് ആൽവ എഡിസൺ ലോകം കണ്ട 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനായിട്ട് ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ, ഡൈനാമിറ്റ്, നമുക്ക് ഉപയോഗിക്കുന്ന ഈ ഇലക്ട്രിക് ബൾബ്, അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേറ്റൻ്റ് എടുത്തിട്ടുള്ള മഹാനായ ശാസ്ത്രജ്ഞനായ ആൽവ എഡിസന് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മാതാവ് മരണപ്പെട്ടു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ തൻ്റെ ഭവനത്തിൽ അദ്ദേഹം അലമാരയിലിരിക്കുന്ന പഴയ പേപ്പറുകളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു പഴയ മടക്കി വെച്ചിരിക്കുന്ന ഒരു കടലാസ് കണ്ടു. അത് തുറന്ന് നോക്കിയപ്പോൾ തോമസ് ആൽവ എഡിസൺ കണ്ട കാര്യം, അതിലെഴുതിയിരുന്നത് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 10, 30, 35, 40 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ക്ലാസ് ടീച്ചർ എഴുതിയിരുന്ന ആ ലെറ്ററായിരുന്നു. അതിലെഴുതിയിരുന്നത്, ഈ കുട്ടി ഇവന് ഒരു ഡൗൺ സിൻഡ്രോം, അതായത് ഇവന് പഠിക്കുവാൻ യാതൊരു ബുദ്ധിയുമില്ല, ഇവനെ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അല്ലെ തുടർന്ന് പഠിക്കുവാൻ സാധിക്കുന്നതല്ല എന്നായിരുന്നു ആ ലെറ്ററിലുണ്ടായിരുന്നത്. ആൽവ എഡിസൺ കരഞ്ഞുപോയി. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ലെറ്റർ കിട്ടിയപ്പോൾ ആ മാതാവ് ആ കുട്ടിയെ വളരെയധികം പീഡിപ്പിച്ചിരുന്നെങ്കിൽ, അവനെ അടിച്ചിരുന്നെങ്കിൽ, അവനെ പഠിക്കാൻ മണ്ടനെന്ന് പറഞ്ഞ് അവനെ ഡീമോറലൈസ് ചെയ്തിരുന്നെങ്കിൽ ലോകം കണ്ട പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനെ, 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനെ നമുക്ക് നഷ്ടമാകുമായിരുന്നു. അപ്പം ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ കുട്ടികളെ അടിച്ചേൽപ്പിക്കരുത് കരിയർ സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടാമതായിട്ട്, കുട്ടികളുടെ ആ തിരഞ്ഞെടുപ്പ്, പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ചെറുപ്രായത്തിൽ പറയും, എനിക്കൊരു എൻജിനീയറാണ്, അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടറാണ്, എനിക്കൊരു പൈലറ്റാണ്. 8ാം ക്ലാസ് ആകുമ്പോൾ അവൻ പറയും, അല്ല എനിക്കൊരു സ്പേസ് സയൻറ്റിസ്റ്റാണ്, ISROയിലും നാസായിലുമൊക്കെ വർക്ക് ചെയ്യുന്നൊരു സയൻറ്റിസ്റ്റാണ്. പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ പറയും, എനിക്കൊരു ആക്ടറാകണം. പിന്നെ പറയും, എനിക്കൊരു മീഡിയ പേഴ്സൺ ആകണം. ഇങ്ങനെ കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയും. അപ്പോൾ അവർക്കും ശരിയായ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ പറ്റത്തില്ല. ഇപ്പോൾ അന്നേരം എങ്ങനെയാണ് ശരിയായിട്ട് ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നത്? ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്, അല്ലെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. അതായത് അഭിരുചി. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു എൻജിനീയറായിട്ട്, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻജിനീയറിങ്, ഏത് ഫീൽഡിലായിക്കൊള്ളട്ടെ, സിവിൽ എൻജിനീയറിങ് ആയിക്കൊള്ളട്ടെ, മെക്കാനിക്കൽ എൻജിനീയറിങ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എൻജിനീയർ ആയിക്കൊള്ളട്ടെ, ഏത് എൻജിനീയറിങ് ശാഖയിൽ നാം നമ്മുടെ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ളത് മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ സ്കിൽസാണ്, അല്ലെ അരിത്തമെറ്റിക്കൽ എബിലിറ്റിയാണ്. ഇപ്പോൾ മാത്തമാറ്റിക്കലായിട്ടുള്ള ആ ഒരു സ്കിൽ, അല്ലെ ലോജിക്കലായിട്ടുള്ള ആ ഒരു തിങ്കിങ് ഇല്ലാത്ത ഒരു കുട്ടിക്ക്, അല്ലെ അതിൽ മാത്സിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് ബിടെക് അല്ലെ എൻജിനീയറിങ് തിരഞ്ഞെടുത്താൽ അതൊരു ഫെയില്യൂർ ആയിത്തീരും. വേറെ ഒരു സംഗതി എന്ന് പറയുന്നത്
ഇപ്പോൾ MBA അല്ലെ മാനേജ്മെൻറ്റ് പഠനം. ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ എടുക്കുന്ന ഒരു കുട്ടി അല്ലെ ഒരു വിദ്യാർത്ഥി, അവനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ അവന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ലെങ്കിൽ ആ വിദ്യാർത്ഥി തീർച്ചയായിട്ടും അവനൊരു പരാജയമായി തീരും. അതിന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അപ്പോൾ നാം തിരഞ്ഞെടുക്കുന്ന ഫീൽഡിനോടനുബന്ധിച്ച് ആവശ്യമായ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. രണ്ട് തരമുള്ള പേഴ്സണാലിറ്റികളുണ്ട്. പേഴ്സണാലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. എക്സ്ട്രോവേർട്ട് ആൻഡ് ഇൻട്രോവേർട്ട്, രണ്ട് തരം പേഴ്സണാലിറ്റികളുണ്ട്. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഇൻ്റർ പേഴ്സണൽ സ്കിൽസ്, മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള കഴിവ്, എളുപ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്, ഇതൊക്കെ അവർക്ക് കാണും എക്സ്ട്രോവേർട്ടായിട്ടും. അതേസമയം ഇൻട്രോവേർട്ടായിട്ടുള്ള, തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന നേച്ചറുള്ള, അപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരു മാനേജ്മെൻറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് അല്ലെ അധ്യാപനം ഇങ്ങനെയുള്ള, അതുപോലെ മീഡിയ ആയിട്ടുള്ള കോഴ്സുകൾ ഇങ്ങനെയുള്ള, അല്ലെ സോഷ്യൽ വർക്ക് ഇങ്ങനെയുള്ള, അല്ലെ സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിൽ അവരൊരു പരാജയമായി തീരും. കാരണം അവർക്ക് ശരിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഫിനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ അവരെ സംബന്ധിച്ച്, ഇൻട്രോവേർട്ടാണെങ്കിലും അവരെ സംബന്ധിച്ച് കഴിയും. കാരണം അവർ തങ്ങളിലേക്ക് തന്നെ കൂടുതലും ഒതുങ്ങിക്കഴിയുന്ന സ്വഭാവമുള്ളവരാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ടൈപ്പാണ് രണ്ടാമത്തെ കാര്യം. ഏത് തരമുള്ള പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ, എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിത്വം? നിങ്ങളൊരു ബഹുമുഖമായ വ്യക്തിത്വമാണോ അതോ ഒരു ഉൾവലിഞ്ഞ വ്യക്തിത്വമാണോ? അതാണ് പേഴ്സണാലിറ്റി ടൈപ്പ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ്, സെക്കൻഡ് പേഴ്സണാലിറ്റി ടൈപ്പ്. ഇതാണ് നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ. പിന്നെ നമുക്കുള്ള ആ പാഷൻ എന്തിനെ പറ്റിയാണ്? നമ്മുടെ പാഷൻ, അതനുസരിച്ചാണ് നമ്മുടെ കരിയർ നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മുടെ പാഷൻ എങ്ങനെയാണ്? വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ നിരീക്ഷിച്ചാൽ അവരുടെ പാഷൻ അല്ലെ അവരുടെ അഭിരുചി വളരെ വേഗം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില കുട്ടികളുണ്ട്, അവർക്ക് എൻജിനീയറിങ് സ്കിൽസ് വളരെയുണ്ട്. ചില കുട്ടികളെ പറ്റി നമ്മൾ മാതാപിതാക്കൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ ഏത് ഇലക്ട്രോണിക്സ് സാധനം കൊടുത്താലും അവൻ മൊത്തം അത് അഴിച്ച് അത് മൊത്തം റിപ്പയർ ചെയ്ത് അത് വീണ്ടും സെറ്റ് ചെയ്യും. ഭയങ്കര എൻജിനീയറിങ് സ്കിൽസാണ്. അങ്ങനെ അവരുടെ അഭിരുചി അത് വളരെ ചെറുപ്പത്തിൽ അവർ വെളിവാക്കും. ചില കുട്ടികളുണ്ട്, അവർക്ക് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുവാനായിട്ട്, സ്റ്റേജ് ഫിയർ എന്നുള്ളത് അവർക്കറിയില്ല. വളരെ ചെറുപ്രായം തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസാണ്. സ്റ്റേജിൽ പ്രസംഗിക്കുവാൻ, സ്റ്റേജിൽ പെർഫോം ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒന്ന് ആങ്കറായിരിക്കുവാനും ഒക്കെ നല്ല കഴിവാണ്. നല്ല ഇൻ്റർപേഴ്സണൽ കഴിവാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട്, ആശയങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ഭയങ്കരമായിട്ടുള്ള കഴിവുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് കൊച്ചിലെ തന്നെ ആ കുട്ടികൾ ആ കഴിവ് ഒളിവാക്കും. അപ്പോൾ അവർക്ക് സ്യൂട്ടബിളായിട്ടുള്ള പ്രൊഫഷനിലേക്ക് നാം അവരെ ഡൈവേർട്ട് ചെയ്യണം. അതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ വിവിധങ്ങളായ കോഴ്സിനെ പറ്റി ശരിയായിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. വിവിധ പ്രൊഫഷനിലേക്ക് നമ്മളെ നയിക്കുന്ന കോഴ്സുകൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ന്യൂ ജനറേഷൻ ടൈമിൽ നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് ചോയ്സാണ്. ധാരാളം ചോയ്സുകളുണ്ട്. പണ്ട് ലിമിറ്റഡ് ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 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 30 വർഷം 40 വർഷം മുമ്പൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള, ഈവൻ ഒരു 20 years ബിഫോറിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചോയ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്ടർ, എൻജിനീയർ, ടീച്ചർ, അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കോഴ്സുകൾ, പിന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള നൂറുകണക്കിന് ജോലികൾ, ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകളെ നിലവിലുണ്ടായിരുന്നുള്ളൂ. ഇന്ന് വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ ഡെയിലി പിറവിയെടുക്കുകയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന കോഴ്സല്ല ഇന്നൊരു പുതിയ കോഴ്സ് ഡെവലപ്പ് ചെയ്യുവാണ്. സാഹചര്യങ്ങളനുസരിച്ച് കോഴ്സുകൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. ഒരു വിദ്യാർത്ഥി അവനൊരു ഏഴാം ക്ലാസ്സിൽ ഒരു 7th ഗ്രേഡിൽ ആവുമ്പോൾ അവനെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയമാക്കും. ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വിധേയമാക്കും. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ 2 തരം ടെസ്റ്റുകളുണ്ട്. ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, രണ്ടാമത് മൾട്ടി ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ
ഒരു കരിയർ പ്രൊഫഷണൽ ഈ കുട്ടിയെ ഒരു 7ാം ക്ലാസ്സിലാണെന്ന് ഉദ്ദേശിക്കണം, 7ാം ക്ലാസ് വെച്ച് ഒരു കരിയർ പ്രൊഫഷണൽ അല്ലെ ഒരു കരിയർ എക്സ്പേർട്ട് ഈ കുട്ടിയെ അവൻ്റെ കഴിവുകളൊക്കെ അനലൈസ് ചെയ്ത് അവൻ്റെ അക്കാഡമിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലുള്ള അവൻ്റെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഇവനെ ഈ 2 ടെസ്റ്റുകൾക്ക് വിധേയമാക്കും, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്. അതുകൊണ്ടെന്താണ് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ കണ്ടുവരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, 7ാം ക്ലാസ്സിൽ വെച്ച് ഒരു കുട്ടിക്ക് അവന് ഫിസിക്കൽ എബിലിറ്റിയാണ് വളരെ ഉണ്ടെന്ന് വിചാരിക്കുക, ഫിസിക്കൽ എബിലിറ്റി. അന്നേരം അവനെ അവർ തീർച്ചയായിട്ടും ഒരു സ്പോർട്സ് അക്കാഡമിയിലേക്ക് അങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടുക. ഇനി അവനൊരു മീഡിയ അങ്ങനെയുള്ള ഇൻ്റർപേഴ്സണൽ സ്കിൽസാണെന്ന് വിചാരിക്കുക, അവനെ മീഡിയ രംഗത്തേക്ക് അവരങ്ങ് ഡൈവേർട്ട് ചെയ്ത് വിടുക. സ്കൂളിലെ ജനറൽ എഡ്യൂക്കേഷൻ ഒരു 10-12 ക്ലാസ് കൊണ്ട് ഫിനിഷ് ചെയ്തിട്ട് അവർ ആ ഫീൽഡിലേക്ക് അങ്ങ് വിടുക. നല്ല ആർട്ടിസ്റ്റിക് ടാലൻറ്റ് നല്ലവണ്ണം വരയ്ക്കുവാനും അങ്ങനെയുള്ളവരെ അവർ ആ ഫൈൻ ആർട്സ് കോളേജിലേക്ക് അങ്ങ് വിടുക. അപ്പോൾ അവിടെ അല്ലാതെ ഒരു സ്റ്റാറ്റസ് സിമ്പലായിട്ട് ഹയർ എഡ്യൂക്കേഷനെ അവർ കാണുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, നമ്മൾ അമേരിക്കയെ സംബന്ധിച്ച് ഞാൻ വളരെ അത്ഭുതത്തോടെ പറയാറുള്ള ഒരു കാര്യമുണ്ട്, എന്ത് കാര്യങ്ങളെടുത്താലും അവർ നമ്പർ 1 കൺട്രി ആയത് എങ്ങനെയാണ്. നമ്മൾ നോബൽ പ്രൈസുകളുടെ എണ്ണം എടുത്താൽ ഈ വർഷങ്ങളോളം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻസിനാണ് മിക്കവാറും നോബൽ പ്രൈസുകൾ കിട്ടിയത്. ഒളിമ്പിക്സ് ഗെയിംസ് എടുത്ത് നോക്കേ, അത്ലറ്റിക്സിലും സ്പോർട്സിലും എല്ലാം അവരാണ് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത്. ഏത് ഫീൽഡ് എടുത്ത് നോക്കട്ടെ, ഡിസ്കവറിയുടെ കാര്യം, ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെ ഇൻ്റർനെറ്റ് ടെക്നോളജിയിൽ മൈക്രോസോഫ്റ്റ്, ഗൂഗിള്, ഫേസ്ബുക്ക്, വാട്സപ്പ് അങ്ങനെയുള്ള ഇതെല്ലാം കണ്ടുപിടിച്ചതെല്ലാം അമേരിക്കയിൽ നിന്നാണ്, അല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഇംഗ്ലണ്ട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണ്. എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്രയധികം കഴിവുകൾ, വിവിധങ്ങളായ സ്കില്ലുകളുള്ള വിവിധ മേഖലകളിൽ ഒരേ സമയം പെർഫോം ചെയ്യുന്നവരെ അവർ വാർത്തെടുക്കുന്നത്? ആ സീക്രട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ അവരുടെ എല്ലാം വിദ്യാഭ്യാസ സമ്പ്രദായം ബേസ് ചെയ്തിരിക്കുന്നത് ലോകപ്രശസ്തനായ വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഗാർണറുടെ തിയോളജിയിലാണ്. പ്രൊഫസർ ഗാർണറുടെ തിയറി പ്രകാരം, അദ്ദേഹത്തിൻ്റെ തിയറി അറിയപ്പെടുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്നാണ്. ഈ തിയറി പ്രകാരം 8 വിധങ്ങളായ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്കിൽസ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡുണ്ട്. ഓരോ വിദ്യാർത്ഥിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും ഓരോ കഴിവുകളുണ്ട്, ടാലൻറ്റുകളുണ്ട്. അത് കണ്ട് വികസിപ്പിച്ചാൽ അവർ ലോകമറിയുന്ന പ്രതിഭകളായിത്തീരും. നമുക്ക് സംഗീത ലോകത്ത് നമുക്ക് ഓസ്കാർ അവാർഡ് കിട്ടിയ 2 അത്യുജ്വല പ്രതിഭകളുണ്ട്. AR റഹ്മാൻ, അദ്ദേഹത്തിന് 2 ഓസ്കാർ ലഭിച്ചു. റസൂൽ പൂക്കുട്ടി സൗണ്ട് എഞ്ചിനീയറിങ്ങിൽ അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചു. അവർക്കൊക്കെ ആ ഒരു അന്തർലീനമായ മ്യൂസിക്കിലുള്ള ഒരു ടാലൻറ്റ് ഉണ്ടായിരുന്നു. അത് കണ്ടെത്തി വികസിപ്പിച്ച് അതുകൊണ്ടാണ് അവർ ആ മേഖലയിൽ അങ്ങനെ അറിയപ്പെടാത്ത എത്രയോ പേര് ഇന്ത്യയിൽ, ആയിരക്കണക്കിന് മില്യൺ കണക്കിന് എത്രയോ റസൂൽ പൂക്കുട്ടിമാർ, എത്രയോ AR റഹ്മാന്മാർ, എത്രയോ ലോകമറിയപ്പെടേണ്ട ആർട്ടിസ്റ്റുകൾ, എത്രയോ സംഗീതജ്ഞന്മാർ, എത്രയോ അഭിനേതാക്കൾ, എത്രയോ സ്പോർട്സ് താരങ്ങൾ, എത്രയോ സയൻറ്റിസ്റ്റുകൾ ഒക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അവരൊക്കെ ഏതെങ്കിലുമൊക്കെ സാധാരണ ജോലിയും ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിക്കൂടുന്നുണ്ട്. അന്നേരം 8 വിധങ്ങളായ ഫീൽഡുകളുണ്ട്. മ്യൂസിക് അതിലൊരു ഫീൽഡാണ്, കായിക രംഗം അതിലൊരു ഫീൽഡാണ്, കല ആർട്ട് അതിലൊരു ഫീൽഡാണ്, അഭിനയം അതിലൊരു ഫീൽഡാണ്, ശാസ്ത്ര അഭിരുചി അതിലൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്സ് ക്വാളിറ്റീസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ് അതൊരു പ്രത്യേകതരം സ്കിൽ അല്ലെങ്കിൽ ഒരു തരം ഇൻ്റലിജൻസാണ്. നമ്മൾ ഓരോ വിദ്യാർത്ഥിയും ഈ 8 ഫീൽഡിൽ ഏതെങ്കിലും ആയിരിക്കും. അത് കണ്ടെത്തി ഒരു 8ാം ക്ലാസ്സിലെങ്കിലും ആകുമ്പോഴേക്കും അത് കണ്ടെത്തി അതനുസരിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോൾ അവരുടെ +2-നുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുക, സ്ട്രീം തിരഞ്ഞെടുക്കുക. അതിനുശേഷം +2 കഴിയുമ്പോൾ അവരെ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ ആ കോഴ്സ് ആ മേഖലയിലേക്ക് അവരെ തിരിച്ചു വിടുക. ഇങ്ങനെയാണ് ശരിയായിട്ട് ഒരു കരിയർ
നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ തീർച്ചയായിട്ടും ഒരു കരിയർ എക്സ്പേർട്ടിൻ്റെ സേവനം, ഒരു കൺസൾട്ടേഷൻ ഇവിടെ അത്യന്താപേക്ഷിതമാണ്. ഞാൻ ആ കരിയർ സെലക്ഷൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞാൻ ഇനിയും പോകാൻ പോകുന്നത് 21-ാം നൂറ്റാണ്ട് 21st സെഞ്ച്വറിയിലെ സ്മാർട്ട് കരിയർ. ഇപ്പോൾ നാം അറിയാം, കോവിഡിനെ തുടർന്ന് ലോകമെമ്പാടും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യരംഗം, സാമ്പത്തിക രംഗം, ജനങ്ങളുടെ ദൈനംദിന ജീവിതം, അതുപോലെ തന്നെ എല്ലാവിധമായ ഫീൽഡുകൾ, ടൂറിസം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, എല്ലാ മേഖലകളിലും, സകല മേഖലകളിലും, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും, സകല മേഖലകളിലും കോവിഡിൻ്റെ ആ എഫക്റ്റ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 21st സെഞ്ച്വറിയിലും വരുന്ന നൂറ്റാണ്ടിലും നമുക്ക് കാണാൻ പോകുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കരിയർ മേഖലകളെപ്പറ്റി ചുരുക്കമായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ കോവിഡിനെ തുടർന്ന് ലോക്ക്ഡൗണിൽ നാം കണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക്, മുറികളിലേക്ക് അവർ അതിലേക്ക് ഉൾവലിഞ്ഞപ്പോൾ, അതിൽ തളച്ചിടപ്പെട്ടപ്പോൾ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയായിരുന്നു. ഇ കൊമേഴ്സ് മുതൽ, അതായത് നാം ഓർഡർ കൊടുത്താൽ, ഓൺലൈനിൽ ഓർഡർ കൊടുത്താൽ നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ സാധനം വരും. നമുക്കെന്തെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, എന്തെങ്കിലും കാര്യം ബുക്ക് ചെയ്യണമെന്ന് ഓൺലൈനിൽ ചെയ്യാം. എന്തിനു പറയുന്നു? ക്ലാസ് മുറികളിൽ നിന്ന് എഡ്യൂക്കേഷൻ നമ്മുടെ വീട്ടിലേക്ക് മാറി. ഓൺലൈൻ ക്ലാസ്, ഇ ലേണിംഗ് ആയി മാറി. ഒരുമാതിരിപ്പെട്ട കമ്പനികളെല്ലാം, മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം ഈ കോവിഡ് കാലത്ത് അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. വലിയ റെൻറ്റ് കൊടുത്ത്, വലിയ എക്സ്പെൻസീവായിട്ടുള്ള റെൻറ്റ് കൊടുത്ത്, വലിയ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ അവർ ഓഫീസ് എടുക്കേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ സ്റ്റാഫിനെ വീട്ടിൽ വർക്ക് ഫ്രം ഹോം, അതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ദുബായ് എയർപോർട്ടിലൂടെ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, നമുക്ക് വെറും 5 മിനിറ്റിനുള്ളിൽ ചെക്ക് ഇൻ ചെയ്യുവാനായിട്ട് ഇമിഗ്രേഷൻ്റെ കടമകളില്ല, ബാഗേജ് ചെക്കിംഗ് ഇല്ല. അവിടെയുള്ള ഈ ചെക്ക് ഇൻ സംവിധാനത്തിലൂടെ ഒരു 5 മിനിറ്റിനുള്ളിൽ ചെക്ക് ചെയ്യുവാൻ സാധിക്കും. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തു വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ആ നിർമ്മിത ബുദ്ധി എന്നുള്ള അതേപ്പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയുള്ള കാലത്ത് ഈ മേഖലകളിലായിരിക്കും തൊഴിലായിട്ട് വരുന്നത്. ഈ കോവിഡിൻ്റെ സിറ്റുവേഷൻ മാറിയാൽ കൂടെയും ലോകം കൂടുതലായിട്ട് ഡിജിറ്റലിലേക്ക് മാറാൻ പോവുകയാണ്. ഇനി പാസ്പോർട്ട് കൂടെ ഇല്ലാതാകാൻ പോകുകയെന്നാണ് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക മാസികകളിലൊക്കെ കാണുന്ന ഒന്ന്. ഒരു ചിപ്പ്, നമ്മുടെ ഈ കൈത്തണ്ടയിലെ ഒരു ചിപ്പ് നമ്മുടെ സ്കിന്നിനുള്ളിൽ ഘടിപ്പിക്കും. അതിൽ നമ്മളെപ്പറ്റിയുള്ള സകല വിവരവുമുണ്ട്. അത് ഒന്ന് സ്കാൻ ചെയ്താൽ ഒരു പാസ്പോർട്ട് പോലെ, പാസ്പോർട്ടിനേക്കാൾ ഉപരി നമ്മുടെ സകല വിവരങ്ങളും, നമ്മളെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും, നമ്മുടെ മറ്റ് ഐഡൻറ്റിറ്റി മേഖലകളിലേക്കുള്ള ലിങ്ക് കൂടെ അതിലുണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നമ്മുടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ചിപ്പ് വഴി, അന്നേരം ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ റോബോട്ടിക്സ്. ഇപ്പോൾ തന്നെ പല റെസ്റ്റോറൻറ്റുകളിലും പല വിദേശ രാജ്യങ്ങളിലുമൊക്കെ ഇപ്പോൾ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ കാലമാണ്. ഇനിയും ഇതൊക്കെ കൂടുതലായിട്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ ഇനിയുമൊക്കെ മനുഷ്യൻ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു കാലമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് റോബോട്ടുകളായിരിക്കും ഇനി റോബോട്ടുകൾ, ക്ലാസ് റൂമുകളിൽ റോബോട്ടുകൾ അധ്യാപകരായിട്ട് വരുന്ന സംവിധാനങ്ങളെ പറ്റി പറഞ്ഞു കേൾക്കുന്നു. റെസ്റ്റോറൻറ്റുകളിൽ ഓൾറെഡി റോബോട്ടുകൾ അവർ അവിടെ ഡെലിവറിക്കായിട്ട് ഉണ്ട്. ലണ്ടനിൽ കഴിഞ്ഞ ദിവസം കണ്ടു റോബോട്ടുകൾ ഹോം ഡെലിവറി കൊടുക്കുന്നു. മക്ഡൊണാൾഡ് അങ്ങനെയുള്ളിടത്തു നിന്ന് ഹോം ഡെലിവറി ആയിട്ട് റോബോട്ടുകൾ കൊണ്ട് ഡോർ ടു ഡോറായിട്ട് ഡെലിവറി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജികൾ ഇനി വളരെയധികം വികസിക്കും. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും അധികം പ്രസക്തമായിരുന്ന ഒന്നാണ് ഇൻ്റർനെറ്റും അതുപോലെ തന്നെ മൊബൈൽ കമ്മ്യൂണിക്കേഷനും ഒക്കെയുള്ള. അന്നേരം വിവിധങ്ങളായ ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ പോലും ഇപ്പോൾ ചെറിയ ചെറിയ ആപ്പുകൾ ആ ഗ്രാമത്തിൽ വേണ്ടി ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് കണ്ട ഒരു പ്രതിഭാസം എന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം വെളിയിലിറങ്ങാൻ പറ്റാതെ ഇരുന്നപ്പോൾ അവർക്ക്
അവരുടെ സാധനങ്ങൾ അവർക്ക് ഓർഡർ കൊടുക്കാനായിട്ട് പ്രാദേശികമായിട്ട് ആപ്പുകൾ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഈ ആപ്പിലൂടെ അവർക്ക് എന്തും പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഈ ആപ്പുകൾ, അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന മൊബൈൽസിലൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഇൻ്റർനെറ്റിലൊക്കെ ആണെങ്കിലും ഈ ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്ന ജോലികൾ ഇനിയുള്ള കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുവാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫീൽഡിൽ ഇപ്പോൾ ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെയുള്ള ട്രഡീഷണലായിട്ടുള്ള ബിടെക് കോഴ്സുകളിലേക്ക് പോകാതെ ഈ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ IT സാങ്കേതിക വിദ്യയിൽ പുതുതലമുറ ന്യൂ ജനറേഷൻ ഏരിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകൾ, അതുപോലെ ആപ്ലിക്കേഷൻ ഡെവലപ്പുകൾ, ഇങ്ങനെയുള്ള കൊമേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഏരിയയിലേക്ക് IT സ്പെഷ്യലൈസ് ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ ഡാറ്റ അനാലിസിസ് ഇന്ന് വലിയൊരു മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ കണ്ടു, ഒരു ബൾക്കായിട്ടുള്ള ഓരോ കൺട്രിക്കും ഓരോ സ്റ്റേറ്റിനും ബൾക്കായിട്ടുള്ള ഡാറ്റയാണ് അവർക്ക് അനലൈസ് ചെയ്യേണ്ടത്. ആൾക്കാരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതും അതുപോലെ തന്നെ അവരെ ക്വാറന്റൈനിൽ വിടുന്നതിനും അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതിനും അവരെ ഓരോ സ്റ്റേജിലും അന്നേരം ബൾക്കായിട്ടുള്ള ഡാറ്റ തൗസൻഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് പീപ്പിളിൻ്റെ ഡാറ്റ കൈകാര്യം. അപ്പോൾ ഡാറ്റ അനാലിസിസ് എന്നുള്ളൊരു ഫീൽഡിൽ അപ്പോൾ അതിന് ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇപ്പോഴുണ്ട്, ഡാറ്റ അനാലിസിസ്. അപ്പോൾ ട്രഡീഷണലായിട്ടൊരു ബിടെക് സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് കോഴ്സിലേക്ക് പോകാതെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് പോകാതെ ഡാറ്റ അനാലിറ്റിക്, കണ്ടന്റ് ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ ആപ്പ് ഡെവലപ്പേഴ്സ്, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് പോകണം. അതുപോലെ തന്നെ ഇനിയും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ മേഖലകളിൽ, അതുപോലെ ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെയധികം ഇപ്പോൾ നമ്മൾക്കറിയാം ഒരു വൈറസിൻ്റെ പിന്നാലെയാണ് ലോകം. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു എനിമി, ഒരു വൈറസ് ഈ ലോകത്തെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ. അപ്പോൾ വളരെയധികം ഗവേഷണങ്ങൾ, പുതിയ ഒരു ഈ മേഖല ഉള്ളതാണ്. പക്ഷേ വൈറോളജി അല്ല ഇമ്മ്യൂണോളജി, അതുപോലെ തന്നെ ഡയറ്റിക്സ്, ഈ ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള ഇതോടൊക്കെ അനുബന്ധിച്ചുള്ള മേഖലകളിൽ ബിരുദ പഠനം ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിരിക്കും. വൈറോളജി, അതുപോലെ തന്നെ ഇമ്മ്യൂണോളജി, അതുപോലെ തന്നെ രോഗികളിലേക്ക് അവരുടെ ആഹാരങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുന്ന ഈ ഡയറ്റിക്സ്, ന്യൂട്രീഷൻ, ഇങ്ങനെയുള്ള മേഖലകളിൽ ഡിഗ്രി പഠനം വളരെയധികം സഹായകരമായിരിക്കും. അതുപോലെ തന്നെ വളരെയധികം ട്രഡീഷണലായിട്ടുള്ള വേയിൽ ചിന്തിക്കാതെ, ഇപ്പോൾ എല്ലാവരും എൻജിനീയറിങ്ങിന് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ട്രെൻഡ് വളരെയധികം കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഈ എൻജിനീയറിങ്ങിന് പോകുന്ന ഈ ട്രെൻഡ് കുറഞ്ഞു വന്നിട്ട് അതിന് പകരം നാം കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ് നോൺ ട്രഡീഷണലായിട്ടുള്ള അനേകം മേഖലകളുണ്ട്. അതേപ്പറ്റി ഞാൻ അല്പമായിട്ട് പ്രതിപാദിക്കാൻ. ഇപ്പോൾ മെഡിക്കൽ സയൻസിൽ ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ്, ഈ രണ്ട് ഫീൽഡ് അല്ലാതെ വളരെയധികം അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്തു വന്ന ഈ പാരാമെഡിക്കലായിട്ടുള്ള വളരെയധികം തൊഴിൽ സാധ്യതകളുള്ള പ്രൊഫഷണൽ മേഖലകൾ ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഈ സംസാര വൈകല്യമുള്ള കുട്ടികൾ, അങ്ങനെയുള്ളവരെയൊക്കെ അവരെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരുന്ന സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് വളരെയധികം ആരോഗ്യ മേഖല ഇന്ന് ഏറ്റവും അധികം പുരോഗമിക്കുന്ന ഹെൽത്ത് സെക്ടറാണ്. ഇന്ന് ഏറ്റവും അധികം ലോകമെമ്പാട് ഡിമാൻഡുള്ള ഹെൽത്ത് പ്രൊഫഷണൽസിനാണ് ലോകമെമ്പാട് ഡിമാൻഡുള്ളത്. അതായത് ഈ പാരാമെഡിക്കൽ പ്രൊഫഷണൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്, അതായത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ റിപ്പയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ. ഇപ്പോൾ നമുക്ക് കാണാം ഈ കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ, രോഗഭീതി, അതൊക്കെ കൊണ്ട് ലോകമെമ്പാട് ആത്മഹത്യകളൊക്കെ പെരുകുകയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായുള്ള സിനിമാ താരങ്ങൾ, ബിസിനസ്സുകാർ, ഇവരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കഥകൾ നാം ദിവസം പത്രങ്ങളിലൂടെ ന്യൂസിലൂടെ അറിയുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഡിപ്രഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം ആവശ്യം വരുന്ന ഒരു ഫീൽഡാണ് ഇവർ ഈ മാനസികാരോഗ്യ വിദഗ്ധരെന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഈ സൈക്കോളജി, ഇത് വളരെ +2 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് സൈക്കോളജി ഉണ്ട്, BSc സൈക്കോളജി ഉണ്ട്, MSc സൈക്കോളജി ഉണ്ട്. വളരെയധികം തൊഴിൽ സാധ്യതകൾ ഇന്ന് പല കമ്പനികൾ, ഇപ്പോൾ ആശുപത്രികൾ മാത്രമല്ല, പല കമ്പനികളും അവരൊക്കെ ഇങ്ങനെയുള്ള മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അവരുടെ എംപ്ലോയീസിൻ്റെ ആ മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഈ സൈക്കോളജി വളരെയധികം പ്രാധാന്യമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള കാലം വളരെയധികം പ്രാധാന്യം വരുന്നതാണ്
ഈ അഗ്രികൾച്ചർ എന്നുള്ള മേഖല. കാരണം ഇനി ഭക്ഷ്യക്ഷാമം ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ കോവിഡിനെ തുടർന്ന് ഈ ഭക്ഷ്യക്ഷാമവും ദാരിദ്ര്യവും ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അന്നേരം ഈ കാർഷിക മേഖലയിൽ ആവശ്യമായ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴൊക്കെ കാർഷിക മേഖലകളിലൊക്കെ ഈ ജെനറ്റിക്കലി GM ഫുഡ്സ്, ജെനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ്സൊക്കെ അതിൻ്റെ റിസർച്ചൊക്കെ ഉണ്ട്. നമുക്ക് കാണാം വളരെ വലിപ്പമുള്ള പൊട്ടറ്റോയും അതുപോലെ വലിപ്പമുള്ള ബ്രിഞ്ചാൾ ഇതൊക്കെ നമുക്ക് കാണാം. ഇവയൊക്കെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റമാണ്. ഈ ലോകത്തിലെ പോപ്പുലേഷൻ വർദ്ധിച്ചു വരുമ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ കമ്പനികളും വലിയ രാജ്യങ്ങളും ഒക്കെ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്ന കാർഷിക മേഖലകളിലാണ്. അപ്പോൾ ഒരു മരുഭൂമി രാഷ്ട്രമായ യാതൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഭക്ഷണ സാധനങ്ങൾ അങ്ങനെയൊന്നും പ്രൊഡക്ഷൻ ഇല്ലാത്ത UAE അവരിപ്പോൾ ഭക്ഷണ സാധനങ്ങളുടെ പ്രൊഡക്ഷന് വേണ്ടി പല രാജ്യങ്ങളിൽ അവർ സ്ഥലമെടുത്ത് അവിടെ കൃഷി ആരംഭിച്ചു. അതുപോലെ ഇവിടെ തന്നെ അവർ ഹൈഡ്രോഫോണിക്സ് എന്ന ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷിയൊക്കെ. അപ്പോൾ കാർഷിക മേഖല വികസിപ്പിക്കാനായി ഭക്ഷ്യ സുരക്ഷ, ആ ഫുഡ് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് കാർഷിക മേഖല വികസിപ്പിക്കാനായിട്ട് അപ്പോൾ അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ BSc അഗ്രികൾച്ചർ നല്ലൊരു ഓപ്ഷനാണ് കുട്ടികൾക്ക്. പല കുട്ടികളും പറയാറുണ്ട് എനിക്കൊരു ശാസ്ത്രജ്ഞനാണ്. ഇപ്പോൾ ഈ ISROയും നാസയും ഒക്കെ വലിയ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്രനിലോട്ടും അതുപോലെ തന്നെ ചൊവ്വയിലോട്ടും മാർസിലോട്ടും ഒക്കെ അവർ ഈ ഉപഗ്രഹങ്ങൾ വിടുകയും റോക്കറ്റൊക്കെ വിടുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ട് കുട്ടികളൊക്കെ ആവേശം കൊണ്ട് പറയാം, പണ്ട് എനിക്കൊരു അസ്ട്രോണമി അല്ലെങ്കിൽ എനിക്കൊരു ഈ സ്പേസ് സയൻറ്റിസ്റ്റ് ആകണം. പക്ഷേ അവർക്ക് അതിൻ്റെ വഴികളെ പറ്റി അറിയത്തില്ല. അപ്പോൾ അത് ഏത് ശാസ്ത്രശാഖയാണ്? ഇപ്പോൾ +2 കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇൻ്റഗ്രേറ്റഡായിട്ട്, അതായത് 5 ഇയർ സ്റ്റഡീസ് കൊണ്ട് അവർക്ക് MSc ഇൻ അസ്ട്രോഫിസിക്സ്, അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച്, സയൻറ്റിഫിക് റിസർച്ച്, ISR എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഇങ്ങനെ പറ്റിയുള്ള അവസരങ്ങളെപ്പറ്റി നമ്മുടെ കുട്ടികൾക്ക് അറിയത്തില്ല. ഇപ്പോൾ സയൻസിലൊക്കെ നല്ല താല്പര്യമുള്ള കുട്ടികളുണ്ട്, ഫിസിക്സിൽ താല്പര്യം. അപ്പം മനസ്സിലാക്കണം, ഞാൻ മുമ്പേ പറഞ്ഞ ആപ്റ്റിറ്റ്യൂഡിൻ്റെ കാര്യമാണ്. ഇപ്പോൾ ഈ സ്പേസ് സയൻറ്റിസ്റ്റായിട്ട് പോകേണ്ട ഒരു കുട്ടി അതിന് ഫിസിക്സിൽ നല്ല ഇത് വേണം, അല്ലെങ്കിൽ അവന് ഫിസിക്സിൽ ബുദ്ധിമുട്ടായ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അസ്ട്രോഫിസിക്സിൽ ശോഭിക്കാൻ പറ്റത്തില്ല. അന്നേരം ഒരു സയൻറ്റിസ്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നു, പ്രത്യേകിച്ച് എനിക്ക് ISRO അല്ലെങ്കിൽ നാസയിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ എനിക്കൊരു സ്പേസ് സയൻറ്റിസ്റ്റ് ആകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ +2 ശേഷം ISRൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് റിസർച്ചിൽ അവർ നടത്തുന്ന കോഴ്സുണ്ട്. ആ കോഴ്സിൽ ചേർന്നാൽ 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം, മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ അസ്ട്രോഫിസിക്സ് അല്ലെ ഫിസിക്സ്. അതിനുശേഷം അവിടെ തന്നെ ഫെലോഷിപ്പോടുകൂടി സ്കോളർഷിപ്പോടുകൂടി ഗവേഷണം നടത്തുവാനായിട്ട് പിന്നെ ISROയിലും ഒക്കെ ചേരുവാൻ അല്ലെങ്കിൽ നാസയിലൊക്കെ ചേരുവാൻ അവർക്ക് അവസരമുണ്ട്. അന്നേരം ശാസ്ത്രജ്ഞന്മാരായിട്ട് അവർക്ക് പോകുവാൻ പറ്റും. ഇന്ന് വളരെയധികം വികസിച്ച് വരുന്ന മറ്റൊരു കരിയർ മേഖലയാണ് ഞാൻ പറയപ്പെടുന്നത്. ഇന്ന് കുറ്റകൃത്യങ്ങൾ ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ്. അതൊരു കുറ്റകൃത്യങ്ങൾ, അന്നേരം നിങ്ങൾക്ക് കാണാം ഏതൊരു ക്രൈം നടന്നാലും അവിടെ ക്രൈം സീനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഈ ക്രൈം സീനിലേക്ക് പോലീസുകാർ ഓടി വരുന്നു, ഒരു സ്നിഫർ ഡോഗ് ഓടി വരുന്നു, അതിനെയും കൊണ്ടുവരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഡോക്ടറിനെയൊക്കെ പോലെ ഒരു വൈറ്റ് കോട്ടും ഒക്കെ ഇട്ട് ഒരാൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവരാണ് ഫോറൻസിക് സയൻസ് അല്ലെ ഫോറൻസിക് സയൻറ്റിസ്റ്റുകൾ, ഫോറൻസിക് എക്സ്പേർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പഠിക്കാവുന്ന വളരെയധികം ക്രൈമൊക്കെ ലോകമെമ്പാടും വർദ്ധിച്ചു വരികയാണ്. അന്നേരം വളരെയധികം തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഫോറൻസിക് സയൻസ്. അതിലൊരു ഡിഗ്രി നേടുകയാണെങ്കിൽ വളരെയധികം ഗവൺമെൻറ്റിലും ഒക്കെ അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ ക്രിമിനൽ ഡിപ്പാർട്ട്മെൻറ്റിലും ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതാണ് ഫോറൻസിക് സയൻസ്, ബാച്ചുലർ ഓഫ് ഫോറൻസിക് സയൻസ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇന്ന് ക്രൈം റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്, കുറ്റാന്വേഷണമൊക്കെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ക്രിമിനോളജി എന്നൊരു ശാസ്ത്രശാഖയുണ്ട്. ഈ ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പിന്നിലുള്ള മനഃശാസ്ത്ര അപഗ്രഹം നടത്തുന്ന, അതുപോലെ തന്നെ കുറ്റാന്വേഷണത്തിൽ അവരെ സഹായിക്കുക തുടങ്ങിയ ക്രൈം വിദഗ്ധരായിട്ടുള്ളവരെ വാർത്തെടുക്കുന്ന ക്രിമിനോളജിയുണ്ട്, ബാച്ചുലർ ഓഫ് ക്രിമിനോളജി. അത് പഠിച്ചു കഴിഞ്ഞാൽ കുറ്റാന്വേഷണ മേഖലകളിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ വളരെയധികം ലഭിക്കും. ഇനിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ് നമ്മുടെ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മേഖല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഞാൻ ആദ്യമേ അതിനൊരു പറയുകയാണ്, ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ആദ്യമേ പറഞ്ഞു, അല്ല മാത്തമാറ്റിക്കൽ എബിലിറ്റിയുള്ള അല്ലെങ്കിൽ
യു മസ്റ്റ് ലവ് നമ്പേഴ്സ്. ഇങ്ങനെയുള്ള കണക്ക്, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ലോജിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായും ഒരു കുട്ടിയാണ്, വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഫിനാൻസ് മേഖലയിലോട്ട്, അതായത് BCom, അതുപോലെ തന്നെ MBA ഫിനാൻസ്, ഈ മേഖലകളിലേക്ക് പോകരുത്. അത് നമ്പർ കൊണ്ടുള്ള ഒരു കളിയാണ്. അപ്പോൾ മാത്തമാറ്റിക്കൽ എബിലിറ്റി, അരിത്തമെറ്റിക്കൽ, ലോജിക്കൽ എബിലിറ്റി നിങ്ങൾക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലകളിലേക്ക് പോകരുത്. ഇന്ന് വളരെയധികം ഡെവലപ്പ് ചെയ്തു വരുന്നു. അപ്പോൾ നിങ്ങളൊരു ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom ഒരു ചെയ്യുകയാണെങ്കിൽ, അതിനുശേഷം ഇന്ത്യയിലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി CA, ഇന്ന് വളരെയധികം, ഇന്ന് ലോകമെമ്പാട് കമ്പനികളൊക്കെ വർദ്ധിച്ചു വരികയാണ്, ബിസിനസ് സ്ഥാപനങ്ങൾ അനവധിയുണ്ട്. ഇവർക്കുള്ള ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഓഡിറ്റിങ്, അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു IAS-കാരനേക്കാളൊക്കെ അതുപോലൊക്കെ തന്നെ വലിയ വാല്യൂ ഉള്ള ഒരു പ്രൊഫഷണൽ, ഒരു ഡോക്ടറിനൊക്കെ പോലെ തന്നെ അതിനേക്കാളൊക്കെ ഉപരി വാല്യൂ ഉള്ളതാണ് CA എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഈസി ആയിട്ട് വളരെ വർഷങ്ങളുടെ അധ്വാനവും കഠിന പരിശ്രമവും ഉണ്ടെങ്കിലേ ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സാകുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇൻ്റർനാഷണൽ ACCA എന്നുള്ള, അത് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ് ഇൻ്റർനാഷണൽ CA എന്നുള്ളത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, ഇന്ത്യയിലും ACCA ഉണ്ട്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, വിദേശ രാജ്യങ്ങളെല്ലാം വിവിധ രാജ്യങ്ങളുണ്ട് ACCA. അത് ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ACCA ചേരുകയാണെങ്കിൽ അവർക്കൊരു ഫിനാൻഷ്യൽ പ്രൊഫഷണലായിട്ട്, അക്കൗണ്ടിങ് പ്രൊഫഷണലായിട്ട് വളർന്നു വരുവാനായിട്ട് കഴിയും. അപ്പോൾ വേൾഡിൽ ഏത് മൾട്ടിനാഷണൽ കമ്പനിയിലാണെങ്കിൽ കൂടെയും നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണലായിട്ട്, ഫിനാൻസ് മാനേജറായിട്ട് വളരെയധികം കരിയർ ഗ്രാഫ് ഉയരുന്ന ഒരു മേഖലയാണ് ഈ ഫിനാൻസ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടൻറ്റ്, ഒരു ജൂനിയർ അക്കൗണ്ടൻ്റായിട്ട് ചേർന്നു, ചീഫ് അക്കൗണ്ടൻ്റായി, ഫിനാൻസ് മാനേജറായി, ലേറ്റർ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു പ്രൊഫഷൻ, ഒരു ഡോക്ടർ തൻ്റെ, ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ തൻ്റെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തൻ്റെ പ്രൊഫഷന്. അതുപോലെ തന്നെ BCom, ബാച്ചിലർ ഓഫ് കൊമേഴ്സ് BCom എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഫീൽഡിലേക്ക് MBA ഇൻ ഫിനാൻസ് ചെയ്താലും ഇതിന് ഈക്വലായിട്ട് വരും. MBA ഇൻ ഫിനാൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഫീൽഡുകൾ, ലോജിസ്റ്റിക്. ഇപ്പോൾ ലോകമെമ്പാടും ഇപ്പോൾ ഈ സാധനങ്ങൾ കയറ്റി അയക്കുന്നത്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷന്, കമ്മ്യൂണിക്കേഷൻ്റെ പേയ്മെൻറ്റ് ലഭിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ലോജിസ്റ്റിക്കിൽ. അപ്പോൾ MBA ഇൻ ലോജിസ്റ്റിക് ഇപ്പോൾ ബിസിനസ് സെക്ടറിൽ വളരെയധികം ഡെവലപ്പുള്ള MBA ഇൻ ലോജിസ്റ്റിക്, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് MBA. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം BBA ചെയ്യുക എന്ന് വിചാരിച്ചു, BBA അല്ലെങ്കിൽ BCom ഒരു പ്രൊഫഷണൽ ഡിഗ്രി ചെയ്തിട്ട് അതിനുശേഷം +2 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്യുക, അതിനുശേഷം MBAയിലേക്ക് പോകും. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, പല മേഖലകളുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഉണ്ട്. പല മേഖലകളിൽ പ്രൊഫഷണൽസിൽ അവരുടെ മാനേജർമാരെ വാർത്തെടുക്കുന്ന, നേതൃനിരയെ വാർത്തെടുക്കുന്നതാണ് ഈ MBA കോഴ്സുകൾ. പക്ഷേ നല്ലൊരു സ്ഥാപനത്തിൽ നിന്ന് ചെയ്യണം. അതുപോലെ MBAയ്ക്കുമൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ തങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്താണ് ഈ സോഫ്റ്റ് സ്കിൽസ്? ഇപ്പോൾ 2 തരം സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും. ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് നോളജാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റിങ്ഷൻ കാണും. ഇപ്പം BComന് നിങ്ങൾക്കൊരു ഡിസ്റ്റിങ്ഷൻ കാണും, അല്ലെങ്കിൽ +2ന് നിങ്ങൾക്കൊരു 80% അല്ലെങ്കിൽ A+ മാർക്ക് കാണും. അത് നിങ്ങളുടെ ഹാർഡ് സ്കില്ലാണ്, നിങ്ങളുടെ സബ്ജക്റ്റ് നോളജാണ്. പക്ഷേ സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, നിങ്ങളുടെ എമോഷണൽ ഇൻ്റലിജൻസ്, ആൾക്കാരെ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്, അതുപോലെ തന്നെ പ്രഷർ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ്, ഇതെല്ലാമാണ് സോഫ്റ്റ് സ്കിൽസ്. അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ്, മറ്റുള്ളവരെ നമ്മളെ കോൺവെർസേഷൻ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിംഗ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഈ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ലെവലിൽ ആരംഭിക്കണം. സോഫ്റ്റ് സ്കിൽസ് വളരെ, ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വളരെയധികം നല്ല ഡിസ്റ്റിങ്ഷനുമൊക്കെ വാങ്ങിച്ച് പാസ്സായ പ്രൊഫഷണൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ പിള്ളേരൊക്കെ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ പരാജയപ്പെടുക. എന്താ കാര്യം? സോഫ്റ്റ് സ്കിൽസ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇല്ല. ഇപ്പോൾ പ്രൊഫഷണൽ ഇൻ്റർവ്യൂ, മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ അവർ നോക്കുന്നത് നമ്മുടെ മാർക്ക് ലിസ്റ്റോ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ല, എത്രത്തോളം അവരെ ഒരു ഐഡിയ കൺവേ ചെയ്യാം, നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ കഴിവുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഐ ക്യാൻ പെർഫോം എന്ന് അവരെ ബോധ്യപ്പെടുത്തണം, എന്നാലേ അവർ ജോലി തരത്തുള്ളൂ. അതായത് സോഫ്റ്റ് സ്കിൽസ്
പാരലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ ഈ MBA ഒക്കെ ചെയ്യുമ്പോൾ, മാനേജ്മെൻറ്റ് ഫീൽഡിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോകുമ്പോൾ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, നല്ല കോളേജിൽ, യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കണം. അവർ നിങ്ങളെ ഓവറോൾ ഹോളിസ്റ്റിക് ആയുള്ള ഒരു ഡെവലപ്പ് ചെയ്യുന്ന സ്ഥാപനത്തിൽ ചേർന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കരിയർ കിട്ടും. അതാണ് ഞാൻ ഈ കൊമേഴ്സ് ഫീൽഡ് അല്ലെ ബിസിനസ് ഫീൽഡിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ഫീൽഡാണ് ലോകത്ത് ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന ഒരു ഫീൽഡാണ് ഹോസ്പിറ്റാലിറ്റി. ഇപ്പോൾ കോവിഡിനെ തുടർന്ന് ടൂറിസം സെക്ടറുകൾ, കമ്മ്യൂണിക്കേഷൻ സെക്ടറുകൾ, ഏവിയേഷൻ മേഖലകൾ, വിമാനം, അങ്ങനെയുള്ള സഞ്ചാരം, ഇതെല്ലാം വളരെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യത്തില്ല. വിൽ കം ബാക്ക്, വേൾഡ് കം ബാക്ക് വരും. ടൂറിസം സെക്ടറൊക്കെ ഉണർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ ഏവിയേഷൻ സെക്ടർ ഉയർത്തെഴുന്നേൽക്കും. അതുപോലെ തന്നെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ കേറ്ററിങ്സ്, അങ്ങനെ തന്നെ 5 സ്റ്റാർ ഹോട്ടലുകൾ, ഇതെല്ലാം അതിൻ്റെ പ്രവർത്തനം പൂർണ്ണ റിസോർട്ടുകളെല്ലാം വരും. ഇവിടെയെല്ലാമുള്ള പ്രൊഫഷണൽസിനെ വാർത്തെടുക്കുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ സ്റ്റഡീസ്, ഇപ്പോൾ വ്യോമയാന മേഖലകൾ, ഫ്ലൈറ്റ്, ഇപ്പോൾ ട്രാവൽ ഏജൻസികൾ, അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ക്യാബിൻ ക്രൂവ്, അതുപോലെ സ്റ്റുവേർഡ്സ്, അങ്ങനെയുള്ള ഫ്ലൈറ്റിലെ പ്രൊഫഷണൽസിനെയൊക്കെ വാർത്തെടുക്കുന്ന, അതുപോലെ തന്നെ ഷെഫ്. ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും ഏറ്റവും അധികം ശമ്പളം ലഭിക്കുന്ന ഒരു മേഖലയാണ് ഈ കൾണറി ആർട്സ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കുക്കിംഗ് എന്ന മേഖല. ഷെഫും ഒക്കെയായി ഓരോ മേഖലകളിൽ ഹോസ്പിറ്റാലിറ്റി, ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻ്റ് ഉണ്ട്, ബാച്ചിലർ ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ വളരെയധികം ഇപ്പം നമുക്ക് ഏത് കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ പോകാൻ പറ്റിയ നല്ലൊരു മേഖലയാണ് ഇത്. പക്ഷേ അതിനൊരു പാഷൻ വേണം, അതിനോടൊരു പാഷൻ, അതായത് സർവീസ് ചെയ്യുവാനുള്ള ഒന്ന്. അതുപോലെ തന്നെ കുക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കലാപരമായ കഴിവ്, കുക്കിംഗ് ഒരു കലയാണല്ലോ, അതിലൊരു കഴിവ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഈ മേഖല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കുട്ടികളുടെ അതൊക്കെ നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാവും അവർക്ക് ആ ഫീൽഡിൽ ശോഭിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു വളരെ ഡെവലപ്പായി വരുന്നൊരു മേഖലയാണ് മീഡിയ. ഇന്ന് ആയിരക്കണക്കിന് ടെലിവിഷൻ ചാനൽസ് ഉണ്ട്, ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകളുണ്ട്, ഇവിടെ എല്ലാം ടിക്ടോക്ക് പോലെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. ഇവിടെയെല്ലാം ഇന്ന് വളരെയധികം മീഡിയ പ്രൊഫഷണൽസിന് ആവശ്യമുള്ള ഒരു സമയമാണ്. ഒരു ആങ്കർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റായിട്ട് ഒരു റിപ്പോർട്ടർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ടെലിവിഷൻ ന്യൂസ് റീഡർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ മീഡിയയിലെ ഒരു അഡ്വർടൈസ്മെൻറ്റ് അതിൻ്റെ മേഖലയിലുള്ള മോഡലിംഗ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഈ മീഡിയ റിലേറ്റഡ് പ്രൊഫഷണൽസ്, അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫർ, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിക്കൊള്ളട്ടെ, അങ്ങനെ മീഡിയ, അല്ലെങ്കിൽ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകൾ ഇന്ന് വളരെയധികം നൂറുകണക്കിന് ഡെയിലിയാണ് ടെലിവിഷൻ ചാനൽസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നല്ല മീഡിയ, ഇങ്ങനെയുള്ള കഴിവുകൾ, നല്ലവണ്ണം എഴുതാൻ കഴിവുള്ള കുട്ടികളുണ്ട്, വളരെയധികം നല്ല ലാംഗ്വേജുള്ള, നല്ലവണ്ണം എഴുതാൻ കഴിവുള്ള, നിങ്ങൾക്കൊരു റിപ്പോർട്ടറാകാം. നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് മാസ് മീഡിയ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ പോവാം. നമ്മൾ പല കുട്ടികളെയും വഴക്ക് പറയാറുണ്ട്, അവന് എപ്പോഴും കമ്പ്യൂട്ടറിന് മുന്നിൽ, അവനെപ്പോഴും മൊബൈലാണ്, അവന് മൊബൈലിൻ്റെ കാര്യത്തിൽ ഭയങ്കര അറിവാണ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര അറിവാണ്, കമ്പ്യൂട്ടർ അവനെല്ലാം അറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുട്ടികളുണ്ടല്ലോ. ഇത് നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള അവരുടെ പാഷന്, അല്ലെങ്കിൽ അവരുടെ എഞ്ചിനീയറിംഗ് സ്കിൽസ്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സ്കിൽസ്, ICT സ്കിൽസുകൾ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു കരിയറായിട്ട് ഡെവലപ്പ് ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, അവർ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ വിഷ്വൽ ആർട്സ്, ഈ മേഖലകൾ, വിഷ്വൽ ആർട്സ്, അതായത് കമ്പ്യൂട്ടർ പ്രൊഫഷണൽസാണ് വിഷ്വൽ ആർട്സ് എന്ന് പറയുന്നത്. അതുപോലെ അവരാണ് ഈ ഗെയിമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഗെയിമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്, ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ പ്രൊഡക്ഷന്, ഒരു ടെലിഫിലിം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സിനിമ ആയിക്കൊള്ളട്ടെ, ഒരു ഡോക്യുമെൻ്ററി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയിക്കൊള്ളട്ടെ, ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ മേഖലകളിൽ ICTയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, സ്റ്റുഡിയോയിൽ പ്രവർത്തിക്കുന്നവർ, ഇങ്ങനെയുള്ള വിഷ്വൽ ആർട്സ്, ബാച്ചിലർ ഓഫ് വിഷ്വൽ ആർട്സിൽ അവർക്ക് വളരെയധികം, കമ്പ്യൂട്ടറിൽ നല്ല എഫിഷ്യൻ്റ് ആണോ നിങ്ങളുടെ കുട്ടി, അവർക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട്, അവരെ ബാച്ചിലർ ഓഫ് വിഷ്വൽ ആർട്സിലേക്ക് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിവിധങ്ങളായ മേഖലകളെ പറ്റി ഞാനിങ്ങനെ പറഞ്ഞു. ഇനിയും നല്ലധികം കഴിവുള്ള കുട്ടികളുണ്ട്, നല്ലവണ്ണം മണിക്കൂറുകൾ മുഷിഞ്ഞിരുന്ന് പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്.
അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ചലഞ്ച് ഞാൻ തരികയാണ്. നിങ്ങൾക്ക് വൈ നോട്ട് ഗോ ഫോർ IAS ഓർ IPS? ഇന്ത്യയിലെ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഒരു IAS ഓഫീസർ. അതൊരു ഗ്രൂപ്പ് ഓഫ് സർവീസാണ്. IAS മാത്രമല്ല, IAS ഉണ്ട്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരു സീരീസ് ഓഫ് സർവീസാണ്. അപ്പോൾ നാഷണൽ ലെവലിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വാർത്തെടുക്കുന്ന ഭയങ്കര കരിയർ ഡെവലപ്മെൻറ്റാണ്, പ്രൊമോഷൻസും കരിയർ ഡെവലപ്മെൻറ്റുമാണ് വാർത്തെടുക്കുന്ന നൂറുകണക്കിന് സർവീസുകളുടെ ഒരു ടോട്ടൽ നമ്മൾ പറയുന്നതാണ് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്നത്. അതിലെ ഏറ്റവും വാണ്ടഡ് ആയിട്ടുള്ളത്, ഏറ്റവും ഉയർന്ന റാങ്കുകാർക്കാണ് IAS കിട്ടുന്നത്. പിന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസുണ്ട്, വിദേശ രാജ്യങ്ങളെ അംബാസഡർമാർ, ഡിപ്ലോമാറ്റുകളായിട്ടൊക്കെ പോകാനായിട്ട് ഇന്ത്യൻ ഫോറിൻ സർവീസൊക്കെ അതിനകത്ത് വിടുന്നതാണ്. IPS സർവീസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണോ? പഠിക്കുവാൻ മണിക്കൂറുകൾ പുഷിഞ്ഞിരുന്ന് പഠിക്കുവാൻ തയ്യാറാണോ? അങ്ങനെയുള്ള കുട്ടികൾക്കാണെങ്കിൽ IAS നമ്മൾ എഴുതുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. നമ്മൾ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് നമ്മൾ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിൽ അതിലൊരു ഡിഗ്രി ചെയ്തിട്ട് നിങ്ങൾക്ക് IAS ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം ആ സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് IASൻ്റെ മെയിൻ സബ്ജക്റ്റായിട്ട് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ജനറൽ സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ IAS അങ്ങനെയുള്ള താല്പര്യമുള്ള കുട്ടികൾ സ്കൂൾ തലം മുതൽ തന്നെ ജനറൽ നോളജിൽ വളരെയധികം ന്യൂസ് പേപ്പറുകൾ വായിക്കണം, ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കണം, പുസ്തകങ്ങളൊക്കെ വായിക്കണം, അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം, അവരുടെ എക്സ്ട്രാ കരിക്കുലർ, അവരുടെ സോഫ്റ്റ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. IAS ഇൻ്റർവ്യൂ ടഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് IAS ഇൻ്റർവ്യൂ. അപ്പോൾ അവിടെയൊക്കെ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ മേഖലകളിലൊക്കെ നമ്മൾ ഇതൊക്കെ ഞാനതാ പറഞ്ഞത്. വിദേശ രാജ്യങ്ങളിൽ 7ാം ക്ലാസ് മുതൽ, ഒരു ഗ്രേഡ് 7 അല്ലെ ക്ലാസ് 7 മുതൽ അവരവരുടെ കരിയർ മേഖലയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. നമ്മളും അത് വളരെ ഏർലി ആയിട്ട് ആരംഭിക്കണം. നല്ലവണ്ണം പാടാൻ കഴിവുള്ള ഒരു ആളാണോ? എന്തിനോ വേറെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിലൊക്കെ പോയിട്ട് മറ്റ് മേഖലകളിൽ, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത മേഖലകളിൽ പോയിട്ട് നിങ്ങളുടെ ഭാവി നശിപ്പിക്കണം? നല്ലവണ്ണം പാടാൻ കഴിവുള്ള ആണോ? നിങ്ങൾ നല്ല മ്യൂസിക്കൽ എബിലിറ്റി ഉള്ള ഒരാളാണോ? മ്യൂസിക്കൽ കോളേജുകളുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് സ്വാതി തിരുനാൾ സംഗീത കോളേജുണ്ട്. നിങ്ങൾക്കവിടെ വോക്കല്, ഹിന്ദുസ്ഥാനി അല്ലെ വെസ്റ്റേൺ മ്യൂസിക് അല്ലെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിലൊക്കെ അല്ലെങ്കിൽ നൃത്തം കഴിവുള്ള അതിലൊക്കെ ഡിഗ്രിയുണ്ട്, പ്രൊഫഷണൽ ഡിഗ്രിയുണ്ട്. അന്ന് നിങ്ങളെ അത് പ്രൊഫഷനാക്കി മാറ്റാം. അല്ലെങ്കിൽ നല്ലോണം വരയ്ക്കാൻ കഴിവുള്ള ആളാണോ? ഇന്ന് ആർട്ടിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഇന്ന് വളരെ ഹൈലി ഡിമാൻഡഡ് ആണ്. ഇന്ന് കമ്പനികളിലൊക്കെ ഇന്ന് അഡ്വർടൈസ്മെൻറ്റ് കമ്പനികളുണ്ട്, അതുപോലെ തന്നെ മീഡിയ കമ്പനികളിലുമൊക്കെ ഈ ആർട്ടിസ്റ്റുകളെ വലിയ ഡിമാൻഡുകളാണ് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം. അന്നേരം ആർട്ടിസ്റ്റ് ഇന്നൊരു പണ്ട് കാലത്ത് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കാത്തൊരു മേഖലയായിരുന്നു. അതൊരു പാഷനിൻ്റെ പേരിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഒരു അമച്വർ മേഖലയായിരുന്നു. ഇന്നൊരു പ്രൊഫഷണലായിട്ട് മാറി. ഇപ്പോൾ ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ്, BFA എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജുണ്ട്. ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് ആയിട്ട് നിങ്ങൾക്ക് പോകാം. അപ്പോൾ ഏത് മേഖലയിൽ, ഞാൻ പറഞ്ഞു വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ കരിയർ സെലക്ട് ചെയ്യുന്നത് അവരുടെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയാണ്. 8 മേഖലകളുണ്ട്. അതിലൊക്കെയാണ് മ്യൂസിക് വരുന്നത്, അതിലൊരു മേഖലയാണ്. അതുപോലെ നിങ്ങൾക്ക് നല്ല കായികപരമായിട്ട് നല്ല കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ കായിക മേഖലയിൽ നിങ്ങൾ നല്ല എക്സലൻ്റ് ആണെന്ന് വിചാരിക്കുക. കായിക മേഖലയിൽ നിങ്ങൾക്ക് നല്ല ഫ്യൂച്ചറുണ്ട്. ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെയുള്ള ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ്, ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ ചേർന്നാൽ നിങ്ങൾക്ക് കായിക മേഖലയിൽ കോച്ചായി മാറാൻ പറ്റും. നിങ്ങളിഷ്ടമുള്ള മേഖല, ഫുട്ബോൾ ആകട്ടെ, ക്രിക്കറ്റ് ആകട്ടെ, അത്ലറ്റിക്സ് ആകട്ടെ, ബാസ്കറ്റ് ആകട്ടെ, വോളിബോൾ ആകട്ടെ, ഇഷ്ടമുള്ള മേഖലയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് +2 കഴിഞ്ഞിട്ട് ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ കോച്ചാകാം. ഇന്ത്യക്ക് വേണ്ടിയൊക്കെ ഇനിയും ഉള്ള കാലഘട്ടങ്ങളിലെ മെഡലുകൾ, ഒളിമ്പിക്സിലൊക്കെ മെഡൽ വാരിക്കൂട്ടുന്ന വലിയ ഒരു കോച്ചായിട്ട് മാറി ദ്രോണാചാര്യ അവാർഡ് പോലെ PT ഉഷയൊക്കെ വളർത്തിയെടുത്ത നമ്പ്യാരെ പോലെ ദ്രോണാചാര്യ അവാർഡും ഒക്കെ വാങ്ങിക്കുന്ന വലിയൊരു കോച്ചായിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സച്ചിൻ തെണ്ടുൽക്കറെയൊക്കെ പരിശീലിപ്പിച്ച കോച്ചുണ്ട്. അതുപോലെയൊക്കെ നിങ്ങൾക്ക് ആയിത്തീരാം. ഇന്ത്യൻ കോച്ചാകാൻ, ഇന്ത്യൻ ടീമിൻ്റെ, ഇന്ത്യയിലെ ഫുട്ബോൾ ആകട്ടെ, ക്രിക്കറ്റ് ആകട്ടെ, അത്ലറ്റിക്സ് ആകട്ടെ, ഒരു സക്സസ്ഫുൾ കോച്ച് ആയിത്തീരാൻ, അല്ലെ കായിക അധ്യാപകരായിട്ട് കോളേജിലെ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ചേരുവാനായിട്ട് സാധിക്കും. അപ്പോൾ വൈവിധ്യങ്ങളായ മേഖലകൾ നിങ്ങൾക്ക് ഓപ്പണാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ അഭിരുചി കണ്ടെത്തുക, ആ മേഖലയിലേക്ക് അതിനനുസരിച്ചുള്ള +2-ന്
അതിനനുസരിച്ചുള്ള സ്ട്രീമിൽ ചേരുക. റോങ് സ്ട്രീമിൽ ചേർന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ കൊമേഴ്സ് അല്ലെ ബിസിനസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആ മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ കൊമേഴ്സ് സ്ട്രീമിൽ ചേരണം. അതുപോലെ തന്നെ പ്യുവർ സയൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ ബയോളജിയൊക്കെ ഉള്ള അതെടുക്കുമ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് അല്ലെ സയൻറ്റിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അല്ലെ മാത്തമാറ്റിക്സോടെയൊക്കെ ചേർത്ത് എടുക്കാമെങ്കിൽ നിങ്ങൾക്ക് എൻജിനീയറിങ് അതുപോലെ JEO അല്ലെ നീറ്റ് പരീക്ഷയോ ഒക്കെ എഴുതി എൻജിനീയറിങ്ങിലോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ചില കോഴ്സുകളെ പറ്റിയാണ് ഞാൻ ഇതുവരെ പ്രതിപാദിച്ചു കൊണ്ടിരുന്നത്. ഇതിനെ ശ്രവിച്ച മാതാപിതാക്കൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, മറ്റ് സഹൃദയർ, ഇവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ അവസരമൊരുക്കിയ നീരുറവ റാസൽ കൈമ ബേസ്ഡായിട്ടുള്ള നീരുറവ എന്ന പത്രം, അതിൻ്റെ ചീഫ് എഡിറ്ററായിരിക്കുന്ന ബിജി അവിടെയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ നല്ല ഒരു കരിയർ മേഖല തിരഞ്ഞെടുത്ത്, ഒരു പ്രൊഫഷണൽ കരിയർ മേഖല മുന്നിൽ കണ്ടുകൊണ്ട് 10ാം ക്ലാസ്സിന് ശേഷം നിങ്ങൾ +2 സ്ട്രീം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പറ്റിയൊരു സ്ട്രീം തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, സോഫ്റ്റ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കരിയർ മേഖലയ്ക്ക് ആവശ്യമായ നല്ലൊരു കോളേജിൽ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചേർന്നുകൊണ്ട് ആ പ്രൊഫഷണൽ കോഴ്സ് സക്സസ്ഫുള്ളായിട്ട് പൂർത്തീകരിച്ചുകൊണ്ട് നിങ്ങളുടെ പാഷന് അല്ലെ ആപ്റ്റിറ്റ്യൂഡിന് പറ്റിയ ആ ഫീൽഡിൽ നല്ല സക്സസ്ഫുള്ളായ ഒരു ജോലി നിങ്ങൾ നേടിക്കൊണ്ട് നിങ്ങൾ കരിയറിൻ്റെ പടവുകൾ, സ്റ്റെപ്പുകൾ, ജീവിതത്തിൽ ഉന്നത മേഖലകളിലേക്ക് നിങ്ങൾ അടിവച്ച് കയറുവാനായിട്ട് ഇടയായിത്തീരും. എവറിതിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ സെലക്ഷൻ. നിങ്ങളുടെ സെലക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സെലക്ഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ ഞാൻ പറഞ്ഞു ഒരു ട്രെൻഡ്, എൻജിനീയറിങ്ങിലേക്ക് തള്ളിവിടുന്ന ട്രെൻഡ്. കേരളത്തിൽ പാസ് പെർസെൻറ്റേജ്, ബിടെക്കിൻ്റെ പാസ് പെർസെൻറ്റേജ് എത്രയെന്നറിയാമോ? ബിലോ 10% ആണ്. എല്ലാവരെയും സ്റ്റാറ്റസ് കാണിക്കാനായിട്ട്, പേരൻസിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടി കുട്ടികളെ എല്ലാം ബിടെക്കിന്, എൻ്റെ മോന് എൻജിനീയറിങ്ങിനാണ് പഠിക്കുന്നത്. എൻജിനീയറിങ്ങിന് 4 വർഷമാണ് എൻജിനീയറിങ് കോഴ്സ്. ഇപ്പോൾ 5ഉം 6ഉം 8ഉം ഒക്കെ വർഷമായിട്ടും ഇതുവരെയും കോഴ്സ് പാസ്സാകാതെ നടക്കുന്ന അനേക പിള്ളേരെ എനിക്കറിയാം. കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്ത അനേകരെ എനിക്കറിയാം. ഇവർ ഇനിയും കഷ്ടിച്ച് പാസ്സായാൽ കൂടെയും അവരാ പറഞ്ഞ തൊഴിൽ മേഖലകളിൽ അവരെ കൊണ്ട് ശോഭിക്കാൻ പറ്റത്തില്ല. കേരളത്തിൽ എൻജിനീയറിംഗ് കോളേജ്, കേരളത്തിലെ കോളേജിൽ കൂട്ടത്തോൽവിയാണ്. അതെല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ എൻജിനീയറിംഗ് കോളേജുകളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരെയും കൂടെ മാതാപിതാക്കളുടെ സ്റ്റാറ്റസിന് വേണ്ടി അവരുടെ കരിയർ, അവരുടെ ഭാവി നിങ്ങൾ ബലി കൊടുക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ല ഒരു കരിയർ തിരഞ്ഞെടുക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് എല്ലാ ഗൈഡൻസിലും കരിയർ വിദഗ്ധരുടെ ഗൈഡൻസ് ഉണ്ട്. അങ്ങനെയുള്ളവരുടെ ഗൈഡൻസിന് നിങ്ങൾ വിധേയമാകണം. നിങ്ങൾ മൾട്ടിപ്പിൾ അല്ലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റിനൊക്കെ വിധേയമാകണം. അതുപോലെ തന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മളെല്ലാം വഴി നടത്തുന്ന സർവശക്തൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ വഴി നടത്താണ് ഏറ്റവും പ്രാധാന്യപ്പെട്ടത്. നമ്മളെല്ലാം ശരിയായ പാതയിൽ സർവശക്തൻ നടത്തട്ടെ എന്നും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.